ഹലോ. മുതലാളി പ്ലീസ് എന്നെയും കൂടെ കൊണ്ടുപോ. ആ വാ. ഇതെവിടെയാ മുതലാളി? ഇത്ര പെട്ടെന്ന് എങ്ങനെ എത്തി? വാ കാണിച്ചു തരാം. എല്ലാവർക്കും എന്റെയും എന്റെ മുതലാളിയുടെയും വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ മുതലാളി എന്നെ സോപ്പിട്ടപ്പോഴേ തോന്നി എനിക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടോ. എങ്ങോട്ടാ മുതലാളി പോണേ? അത് സർപ്രൈസാ, കണ്ടു നോക്ക്. കഴിഞ്ഞ പ്രാവശ്യം പോലെ ആവല്ലേ മുതലാളി. നീയൊന്നും മിണ്ടാതെ വരൂ. മിണ്ടാതെ വരാം. എന്നാ എനിക്ക് ഫുൾ ടൈം പെട്രോൾ അടിച്ച് തരണം. അയ്യോ, നീ മിണ്ടാതെ വരണ്ടേ. അങ്ങനെ വഴിക്ക് വാ. ഇതാണ് ഗൈസ് നമ്മുടെ നരകം. സോറി നഗരം. ഫുൾ ടൈം പെട്രോൾ ഞാൻ വെറുതെ പറഞ്ഞ മുതലാളി. എന്തിനാ എന്റെ എൻജിൻ ഞാൻ തന്നെ ചീത്തയാക്കുന്നത്? കൂടുതൽ പൈസ കൊടുത്തിട്ട് കൂതറ പെട്രോളല്ലേ ഇപ്പൊ കിട്ടുന്നു. അതെ അതെ, പറഞ്ഞിട്ട് എന്ത് കാര്യം? മുതലാളി എന്തായിരുന്നു ജോലിക്ക് പോകാത്തെ? എല്ലാ ദിവസവും എന്തിനാടെ പോണം? താൻ്റെ മുതലാളി പഠിച്ച സ്കൂള്. അത് ശരിയാ. ഇടയ്ക്കൊക്കെ ഇത് റെസ്റ്റ് ഒക്കെ വേണം. പക്ഷെ ഇപ്പോൾ റെസ്റ്റ് ഇത്തിരി കൂടുന്നുണ്ടോ എന്നൊരു സംശയം. ഇപ്പൊ മനസ്സിലായി. ഇത് നമ്മൾ മുമ്പ് വന്നിട്ടുള്ള മറ്റേ എണ്ണപ്പനയൊക്കെ ഉള്ള സ്ഥലമല്ലേ? ഗേറ്റ് ലോക്കാണല്ലോ. ഞാൻ ആ ചെറിയ വഴി കൂടെ പോയിരിക്കും. ആരെയും കാണുന്നില്ലല്ലോ, പ്രശ്നമാവോ? എന്തോന്ന് പ്രശ്നം? മോരാളി വിട്ടുപോകും. തൂക്കി. സോറി മുതലാളി. കണ്ടില്ല, പോകത്തില്ല അതോട്ട്. 5 മണി ശേഷം തുറക്കോളല്ലേ? 2:30 മണിയായിട്ടുള്ളൂ മുതലാളി. ഇനി ഇത്ര സമയം എന്ത് ചെയ്യും? മുതലാളി എവിടെയെങ്കിലും പോയിരുന്ന് ഗെയിം കളിക്കാം. 5 മണിയായി ഗായ്സ്. നമ്മൾ വീണ്ടും പോകും. നേരത്തെ ഗേറ്റിന്റെ അവിടെ ഇരുന്ന ചേട്ടന് ക്യാമറ ഇഷ്ടമായില്ലാന്ന് തോന്നുന്നു. ആ ചേട്ടൻ പറഞ്ഞു വെച്ച് നോക്കിയാണെങ്കിൽ ഇപ്പം CCTV ക്യാമറയും കാറിലൊക്കെ വരുന്നത്. ഹായ് മയിൽ ക്യാമറയും ഇതെല്ലാം ക്യാൻസൽ ചെയ്യണ്ടല്ലേ? ഇതൊക്കെ പോട്ടെ. ഒരാൾ പൊന്മുടി പോവാന്ന് പറഞ്ഞിട്ട് എന്തായി? നല്ല മഴയായതുകൊണ്ട് പൊന്മുടി അടച്ച്. മഴയത്ത് പൊന്മുടി പോവാനാ നല്ല വൈബ്. നല്ല വൈബ് സ്ഥലം തന്നെ ഇത്. വൈകുന്നേര സമയങ്ങളിൽ ഫാമിലി ഫ്രണ്ട്സുമായിട്ടൊക്കെ വരണം. വീട്ടിൽ പോവാറായില്ലേ മുതലാളി? വാ പോവാം. ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ ചേട്ടന്മാരെയും കൂടെ കൊണ്ടുപോകണം. നമ്മൾ രണ്ടും മാത്രം ഒരു രസമില്ല. ദാണ്ട മുതലാളി ക്രിക്കറ്റ് കളി. ഇവിടെ വോളിബോൾ. വീണ്ടും സന്ധിക്കും വരയ്ക്കും എല്ലാവർക്കും വണക്കം.